നമ്മൾ രാവിലെ തന്നെ നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളും നീക്കിയിട്ട് നമ്മൾ അടുക്കളയിലേക്ക്, അതായത് നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലത്തെ പണിയിൽ നമ്മുടെ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനില്ലാതാവുന്ന സമയത്ത്, അതായത് എനിക്ക് പറ്റാതാവുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് ദോശ ഉണ്ടാക്കിപ്പിക്കാറില്ല. എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മാത്രമേ ഉണ്ടാക്കിപ്പിക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആ മാവ് എടുത്തു, അതിനകത്തോട്ട് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തു, പച്ചമുളക്, തക്കാളി, അതുപോലെ നമ്മുടെ മല്ലിയില, കറിവേപ്പില ഇതൊക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കറി ആവശ്യമില്ല, പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമൊന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ കഴിക്കാമെന്ന് മാത്രം കേട്ടോ. എന്തെങ്കിലും തക്കാളി ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവിടുത്തെ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ദോശ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുക്കി താഴ്ത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള തുണികളുണ്ട്, അതൊക്കെ ഒന്ന് അലക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്, മുക്കി താഴ്ത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിവിടെ തൊടാത്തത് കൊണ്ട് നമ്മൾ വേഗം ഈ പൈപ്പിൽ മേളിൽ നിന്ന് ഷവറിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് അതൊക്കെ മുക്കി താഴ്ത്തി വെക്കും കേട്ടോ. എന്നിട്ട് അത് വാഷിംഗ് മെഷീനിലിട്ടിട്ട് തുണി അലക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, 2 ദിവസം നമുക്ക് റെസ്റ്റ് ആയ കാരണം കൊണ്ട് കുറേ പണിയെല്ലാം ഉണ്ട് കേട്ടൊന്ന്. അപ്പോൾ ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ചമ്മന്തി ആയിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ഒരു നുള്ളു പുളിയും ഇച്ചിരി കായം ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്ത ചമ്മന്തി കേട്ടോ. വേണമെന്നില്ല, പക്ഷേ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഇത് വേണമെങ്കിൽ ഇത് കഴിക്കണം എന്നുണ്ട്, എന്തെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിലേ കഴിക്കുമെന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ദോശയിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കൂടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞിയും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ദോശയ്ക്ക് കേട്ടോ. പ്രത്യേക ടേസ്റ്റ്, വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ കഴിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.